എല്ലാ ഭാരവും കർത്താവിന്റെ മേൽ ഇടുവിൻ. റിലാക്സ്, റിലാക്സ്. മനുഷ്യന്റെ ആകുലതയോടുള്ള ബന്ധത്തിലാണ് ആ കാര്യം പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാനത് വിശേഷിച്ച് ഇന്നലെ നമ്മൾ ആ കാര്യം ചിന്തിച്ചു. when we are more concerned about ourselves, നമ്മെ തന്നെ കൂടുതൽ കൺസേൺഡ് ആയിരിക്കുമ്പോഴാണ്, നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സെൽഫ് പിറ്റിയും സ്വയം തോന്നുന്ന ആ ഒരു ദയയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ ഉള്ളതാകുന്ന, അല്ലെങ്കിൽ പുവർ മീ എന്നുള്ളതാകുന്ന ആ ചിന്തയും, അതെല്ലാം തന്നെ നിഗളത്തിന്റെ മറ്റൊരു ഒരു എക്സ്പ്രഷനാണ്, മറ്റൊരു ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പത്രോസ് അതുകൊണ്ട് പറയുന്നത് റിലാക്സ്, നിങ്ങളുടെ ആകുല ചിന്ത കർത്താവിന്റെ മേലിടുവിൻ, അവൻ നിങ്ങൾക്കായി കരുതും. എന്നാൽ നമ്മുടെ എപ്പോഴുമുള്ള പ്രശ്നം, ദൈവവചനം റിലാക്സ് ചെയ്യാൻ പറയുന്നിടത്ത് നമ്മൾ റിലാക്സ് ചെയ്യുകയില്ലെന്നുള്ളതും, നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ കെയർലെസ് ആകുന്നതുമാണ് നമ്മുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ബൈ നേച്ചർ അതെല്ലാം നമ്മുടെ പാപത്തിന്റെയും വീഴ്ച മൂലം ഉണ്ടായതാകുന്ന വലിയ കേടാണ്. എന്ന് പറഞ്ഞാൽ we don't relax when God tells us to relax. കാരണം നമ്മൾ റിലാക്സ് ചെയ്യാതെ തലയിൽ ഇതെല്ലാം വെച്ചുകൊണ്ടിരുന്നാലും നമുക്കിതൊന്നും ചെയ്യാൻ കഴിയത്തില്ല എങ്കിലും നമ്മൾ ടെൻഷൻ അടിക്കുക. അപ്പൊ കർത്താവ് പറയുന്നേ, നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ ഇടുവീൻ. അപ്പൊ ഭാരം കർത്താവിന്റെ മേൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഫലമായിട്ടുണ്ടാകുന്നത് ആ ഒരു വലിയ റിലാക്സേഷനാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, റിലാക്സ് ചെയ്യുവാൻ ദൈവവചനം പറയുമ്പോൾ നമ്മൾ ഭാരം ഏറ്റെടുക്കുകയും, എന്നാൽ നമ്മൾ വിജിലന്റ് ആയിരിക്കാൻ ദൈവവചനം പറയുമ്പോൾ നമ്മൾ റിലാക്സ് ആകുകയും ചെയ്യും. ആ ഒരു കാര്യത്തെ കുറിച്ചാണ് പത്രോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ചു വന്നതിന്റെ ഒരു തുടർച്ച എന്നോണം നമ്മൾ താഴോട്ടുള്ള ആ വേദഭാഗങ്ങൾ ഇന്ന് അല്പനിമിഷങ്ങൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുക. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 5-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സൗരന്മാരാരെങ്കിലും റഞ്ജി ബ്രദർ ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. 1 Peter chapter 5 verses 8 to 11, 8 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച അലറുന്ന സിംഹ എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞു വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥായിരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമീൻ. അപ്പോൾ ഈ 8-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാകുന്ന ഒരു കാര്യം, പത്രോസ് no sooner has he said us to by casting our cares on the Lord, ആ സെയിം ബ്രത്തിൽ ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് പറയുന്ന ഒരു കാര്യം, wake up, be alert. അതുവരെ പറയുക, നിങ്ങളുടെ കെയർസ് എല്ലാം അവന്റെ മേലിട്, ബി കെയർലെസ്. ആകുല ചിന്തയോടുള്ള ബന്ധത്തിൽ പറയുന്നു, ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എന്നാൽ ഉടനെ
അടുത്തൊരു വിഷയത്തിലേക്ക് പത്രോസ് പറയുകയാണ്, ബി കെയർഫുൾ, ടേക്ക് കെയർ, ബി വിജിലന്റ്. നമ്മൾ ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ബി സോബർ മൈൻഡഡ്, ബി വാച്ച്ഫുൾ. സോബർ മൈൻഡഡ് എന്ന് പറയുമ്പോൾ സുബോധമുള്ളവരായിരിപ്പീൻ. എനിക്ക് തോന്നുന്നത് മറ്റ് സ്ഥലങ്ങളിൽ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോബർ മൈൻഡഡ്, ബി ഓഫ് റൈറ്റ് മൈൻഡ്, തിങ്ക് അബൌട്ട് ദിസ്, അതിനെക്കുറിച്ച് അലേർട്ട് ആയിരിപ്പീൻ. Wake up, wake up, there is a lion on the prowl. അങ്ങനെ തന്നെയാണ് പത്രോസ് പറയുന്നത്. അതൊന്ന് ഇമാജിൻ ചെയ്തേ. ഒരു സിംഹം നഗരത്തിൽ ചുറ്റി നടപ്പുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കിട്ടിയാൽ എങ്ങനെ അലേർട്ടായിട്ട് അവിടെയുള്ള സിറ്റിസൺസ് ആയിരിക്കുമോ, ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ പത്രോസ് പറയുന്നതാകുന്ന കാര്യം. അപ്പോൾ ഈ വേദഭാഗം അതുവരെ പറഞ്ഞു വന്നപ്പം റിലാക്സ് ചെയ്യാനായിട്ട് പറഞ്ഞു. ബി കെയർലെസ്, കാസ്റ്റ് യുവർ കെയർസ് ഓൺ ദ ലോർഡ്. ഇവിടെ പറയുകയാണ് ബി കെയർഫുൾ. നമ്മുടെ പലപ്പോഴും ഉള്ള പ്രശ്നം, ആത്മീക ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, കർത്താവ് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് നമ്മൾ മനസ്സിലാക്കുന്നതും ചെയ്യുന്നതും. ഉദാഹരണത്തിന്, കർത്താവ് പറഞ്ഞു സന്തോഷിപ്പാൻ പറഞ്ഞു. എപ്പോഴാ സന്തോഷിപ്പാൻ പറഞ്ഞെന്നറിയാമോ? എന്റെ നാമനിമിത്തം, കർത്താവിന്റെ നാമനിമിത്തമാണ്, മനുഷ്യർ നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. കർത്താവ് പറയുന്ന സന്തോഷിച്ച് തുള്ളാനാ പറഞ്ഞേക്കുന്നത്. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആരേലും ഒന്നും ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി, നമ്മുടെ സന്തോഷം മുഴുവൻ പോകും. കർത്താവ് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് നമ്മൾ എപ്പോഴും ചെയ്യും. എന്നാൽ കർത്താവ് പറഞ്ഞു മനുഷ്യരെല്ലാരും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുമ്പോ ബി കെയർഫുൾ എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവ് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഉപയോഗിക്കുന്ന മുഖസ്തുതിയുടെ കാര്യമാണ്. മനുഷ്യൻ മുഖസ്തുതി, കാരണം മുഖസ്തുതി എന്നൊരു വിഷയം തന്നെ പിന്നീട് ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഒരിക്കല് എവിടെയോ ഞാൻ വായിച്ചു ഓർക്കുന്നു, അത് ഇങ്ങനെയാണ്: I would rather be hurt by the truth of God's word than to be comforted by the lies of the devil. I would rather be hurt by the truth of God's word than to be comforted by the lies of the devil. പിശാചിന്റെ ഭോഷ്ക് കേട്ട് സ്വാന്തനം അടയുന്നതിനേക്കാളും ദൈവവചനത്തിന്റെ സത്യത്താൽ മുറിപ്പെടുവാനാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ വായിച്ചത് ഓർക്കുന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നേരെ തിരിച്ച. ദൈവവചനം റിലാക്സ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആകുല ചിന്തയുള്ളവരാകുക. ദൈവവചനം കെയർഫുൾ ആകാൻ പറയുമ്പോൾ നമ്മൾ വളരെ കെയർലെസ് ആണ്.
അപ്പോൾ അങ്ങനെ കെയർലെസ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കെയർലെസ്നെസ്, അതിനെക്കുറിച്ചുള്ളതാകുന്ന ഒരു മുന്നറിയിപ്പാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നൽകുന്നത്. ഈ ഒരു സ്റ്റഡി ദൈവം അനുവദിച്ചാല് നമുക്ക് വരുന്ന ദിവസം തുടർന്ന് ചിന്തിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുക, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വലി അലേർട്ടായിരിക്കേണ്ടത് എന്നുള്ളതിന് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ അതിനൊരു റീസൺ കൊടുക്കുകയും, യുവർ അഡ്വേഴ്സറി, നിങ്ങളുടെ പ്രതിയോഗി. പിശാച് നമ്മുടെ പ്രതിയോഗിയാണ്, ദൈവത്തിന്റെ പ്രതിയോഗിയാണ് പിശാച്. നാം ദൈവമക്കളായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെയും പ്രതിയോഗിയാണ് പിശാച്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈ പിശാചിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ആ മെറ്റഫർ, ആ ഒരു അലങ്കാര പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പറയുകയാണ്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇവൻ ചുറ്റി നടക്കുകയാണ്. പെട്ടെന്ന് ഒരു സിംഹ അറ്റാക്ക് ചെയ്യുന്നത് പോലെ വിഷ്യസ് ആയിട്ട്, അൺസസ്പെക്ടിങ് ആയിട്ടുള്ളവരുടെ മേൽ അവൻ അറ്റാക്ക് ചെയ്യും. ആ ഒരു ചിത്രമാണ് ഇവിടെ നൽകുന്നത്. അൺസസ്പെക്ടിങ് ആയിട്ടുള്ള ആ ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു ദേശത്ത് അവരുടെ റൊട്ടീൻ, അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, യാതൊരു സംശയവുമില്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നവരുടെ മേൽ പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിന്റെ ചിത്രമാണ് പത്രോസ് ഇവിടെ നൽകുന്നത്. ഞാൻ ഈ പറഞ്ഞ് പേടിപ്പെടുത്താനൊന്നും വേണ്ടിയിട്ടല്ല, എങ്ങനെയാ പിശാച് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിശാച് ഏത് നിലയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ളത് ദൈവത്തിന്റെ മക്കൾ വ്യക്തമായും മനസ്സിലാക്കണം. സാധാരണഗതിയില് ദൈവമക്കള് ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലേക്ക് അങ്ങ് പോവുകയാണ്. ഈ രണ്ട് എക്സ്ട്രീമാണ് എക്സ്ട്രീം ചിന്താഗതി. ഒന്നുകിൽ സകലതിനും പിശാചിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. എല്ലാത്തിനും എന്ത് പറഞ്ഞാലും പിശാചാണ് അതിന്റെ കാരണമായിട്ട്. അതിനെക്കുറിച്ച് ഒരു രസകരമാകുന്ന ഒരു മെയ്ഡപ്പ് സ്റ്റോറിയാ, ടു ബി ഷുവർ. ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കേട്ട് കാണുമായിരിക്കും. ഷുവർ അതൊരു മെയ്ഡപ്പ് സ്റ്റോറി തന്നെയാണ്. ഒരിക്കൽ പിശാച് ഇങ്ങനെ ഊടാടി സഞ്ചരിച്ച് വൈകുന്നേരം വന്നിട്ട് അവനൊരു സ്ഥലത്ത് കയറി കിടന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റപ്പോഴാ പെട്ടെന്ന്, ഇത് സ്റ്റോറിയാ കേട്ടോ, മെയ്ഡപ്പ് സ്റ്റോറിയാ, കെട്ടുകഥ തന്നെയാ. അതുകൊണ്ട് ഇത് ദൈവവചനമായിട്ടൊന്നും ആരും കരുതണ്ട, മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഒരു ഉദാഹരണം, ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി, നിങ്ങൾ ചിലർ കേട്ട് കാണും, എങ്കിലും പറയുക. അവൻ അവിടെ കിടന്നുറങ്ങി, ക്ഷീണിച്ച് കിടന്നുറങ്ങി. കാരണം ഊടാടിയൊക്കെ സഞ്ചരിച്ചേച്ച് വന്നതല്ലേ. രാവിലെ എഴുന്നേറ്റപ്പോഴാ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഒരു ബോർഡ് കണ്ടു. ബോർഡ് കണ്ടപ്പം മനസ്സിലായി, നമ്മുടെ തന്നെ അങ്ങ് പറഞ്ഞേക്കാം, ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, ഏതെങ്കിലും ഒരു ഹോള് എന്തുവാട്ടെ.
അപ്പൊ കുറഞ്ഞ വർഷം നമുക്ക് സമാധാനമായി, കാരണം ഇവിടെ നമുക്ക് ബോർഡില്ല, നാട്ടിലെ കാര്യമാണെന്ന് അങ്ങ് സമാധാനിക്കാം. ആകട്ടെ, അദ്ദേഹം എഴുന്നേറ്റപ്പോ ഈ ബോർഡ് കണ്ടു. ഉടനെ പുള്ളി തന്നോട് തന്നെ പറഞ്ഞെന്നാണ് ആ സ്റ്റോറിയിൽ. സാത്താൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അങ്ങ് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴത്തേന് അവരെല്ലാം കൂടെ വരും. വന്നു കഴിഞ്ഞിട്ട് തമ്പേറൊക്കെ അടിച്ച് ഭയങ്കര ആരാധന നടന്നു. അത് കഴിയുമ്പം ഒരു കണക്ക് വായനയുണ്ട്. അന്നേരം അവർ തമ്മിൽ അതേ ശക്തിയിൽ വഴക്കുണ്ടാകും. ഒടുവിൽ കുറ്റം എനിക്കും ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങ് പോകുന്നതാണ് നല്ലതെന്ന് പിശാച് തന്നോട് തന്നെ പറഞ്ഞതായിട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥയങ്ങ് മറക്കുക. പക്ഷേ there is a tendency always, എന്തിനും ഏതിനും പിശാചിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ ശ്രദ്ധക്കുറവിനും നമ്മൾ പിശാചിനെ ബ്ലെയിം ചെയ്യും. പിശാചിനെ ഞാൻ ന്യായീകരിക്കുകയോ പിശാച് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂട്ടു നിൽക്കുകയോ അല്ല. എന്നാൽ ഞാൻ പറഞ്ഞത് നമുക്കൊരു വലിയ എക്സ്ട്രീം ഉണ്ട്, എക്സ്ട്രീം ചിന്താഗതികളുണ്ട്. അതായത് ഒന്ന്, എന്തിനും ഏതും പിശാചാണ്. എനിക്കൊരു പ്രിയപ്പെട്ടവനെ അറിയാം, വന്നിരിക്കുമ്പം തൊട്ട് ഇവിടെ എങ്ങും അല്ല, അടുത്ത സമയത്തെങ്ങും ഉള്ള സംഭവമല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. ഞാനൊരു സഭാവിശ്വാസിയായിട്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ഇനീഷ്യൽ ഡേയ്സിലുള്ളതാണ്. കാരണം അല്ലെ പിന്നെ നിങ്ങൾ ചിന്തിക്കും, ഇദ്ദേഹം ഇരിക്കുന്ന സഭയിലെ ഓരോരുത്തരുടെ കാര്യം എടുത്തു പറയും, ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ കാര്യവും പറയും എന്നുള്ള ഒരു റോങ് ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പറയുക. ഇത് ഞാൻ പാസ്റ്റർ ആയ ശേഷമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അപ്പൊ അദ്ദേഹം വന്നിരിക്കുമ്പോ മുതല് പോ പിശാചെ എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്കത്, എൻ്റെ അടുത്ത് അദ്ദേഹം ഇരിക്കുന്നേ മീറ്റിങ്ങിൽ, എനിക്കത് ഒത്തിരി അങ്ങ് അലോരസപ്പെട്ട് കഴിഞ്ഞപ്പോ, യോഗം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അച്ഛാ എന്തിനായി എപ്പോഴും പോ പിശാചെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അത് നമ്മൾ അത് അങ്ങനൊക്കെ പറഞ്ഞെങ്കിലേ പിശാച് പോകെയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എൻ്റെ ഇനീഷ്യൽ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഇനീഷ്യൽ ഡേയ്സ് ആയിരുന്നിട്ട് പോലും എൻ്റെ മനസ്സിലേക്ക് വന്നു, അങ്ങനൊക്കെ പറഞ്ഞാൽ അങ്ങ് പോകുന്നവനാണോ പിശാച്? പിശാചിനെ ഓടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പോ പിശാചെ എന്ന് പറഞ്ഞാൽ പിശാച് പോകും. എന്താ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്? ഇനി അതിന്റെ ഇനീഷ്യൽ ടൈമിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നും വേറൊന്നും ഓർത്തില്ലെങ്കിലും ഈ കാര്യം നമ്മൾ ഓർക്കേണ്ടതിന് ഒരു വേദഭാഗം ഞാൻ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ മുന്നോട്ട് പോകാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6 മുതൽ ഒന്ന് വായിച്ചോ. കാരണം പത്രോസ് ഇവിടെ പറയുന്ന വേദഭാഗവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു വേദഭാഗം തന്നെയാണ്. ഒന്ന് വായിച്ചോളൂ. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളകളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ള കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതേ വേദഭാഗം ഏകദേശം ഒരേ നിലയിൽ അവിടെ പറഞ്ഞിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ പിശാചിനെ ഓടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ഏറ്റവും നല്ലത് പോ പിശാചെ എന്ന് പറഞ്ഞാലൊന്നും പിശാച് പോവുകയില്ല. കാരണം ഈ യഹൂദന്മാരുടെ ഇടയിൽ അവർ പിശാചിന് പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. എബ്രായ ഭാഷയിൽ സൈറ്റൻ, അതാ നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലും
സൈറ്റൻ, സാത്താൻ എന്നൊക്കെ വന്നേക്കുന്ന ആ പദം, സൈറ്റൻ, അക്യൂസർ, അപവാദി എന്നുള്ള പദമാണ് അവർ സാധാരണ ഉപയോഗിക്കുന്നത്. അപവാദി, അപവാദി എന്നുള്ള നമ്മൾ മലയാളത്തിൽ പറയുന്ന അപവാദം, ദൂഷണം എന്ന് പറയുന്നത്, അതാണ് അവന്റെ അർത്ഥം. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നത്. രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ അപവാദം പറയുന്നവൻ, അപവാദി. അപവാദി എന്നാണ് യഹൂദന്മാര് പിശാചിനെ വിളിക്കുന്നത്. അതിന്റെ എബ്രായ ഫോമാണ് സൈറ്റൻ. സൈറ്റൻ എന്നല്ല, ആക്ച്വലി എബ്രായ ഉച്ചാരണം വ്യത്യസ്തമാണ്, എങ്കിലും മനസ്സിലാകാൻ വേണ്ടി അതിന്റെ ഒരു ട്രാൻസ്ലിറ്ററേഷൻ ആണ് ഇംഗ്ലീഷിൽ സൈറ്റൻ എന്നും മലയാളത്തിൽ സാത്താൻ എന്നും ഉള്ളത്. ആ പദത്തിന്റെ അർത്ഥം അപവാദി എന്ന്. ഇവിടെ ഡെവിളെന്ന് ഉപയോഗിച്ചിരിക്കുന്ന, പിശാചെന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന്റെ അർത്ഥം അഡ്വേഴ്സറി എന്നാണ്. ഈ മലയാളത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രതിയോഗി, നമ്മളോട് എതിർത്ത് നിൽക്കുന്നവൻ, നമ്മുടെ എനിമി എന്നുള്ള അർത്ഥത്തിലാണ് പിശാചിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ആകട്ടെ, യഹൂദന്മാര് അവരുടെ ഇടയില് പിശാചിനെ അവർ വിളിക്കുന്ന വേറൊരു പേരാണ് ബേൽസബൂൽ. ബേൽസബൂൽ. അതുകൊണ്ടാണ് യേശു കർത്താവ് ആ പദം ഉപയോഗിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ബേൽസബൂൽ എന്ന വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. ഈച്ചകളുടെ രാജാവ്, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. യഹൂദന്മാർ അങ്ങനെയാണ് ഈ പിശാചിനെ വിളിക്കുന്ന, അല്ലെ അവരുടെ നാട്ടുഭാഷയിൽ വിളിച്ചുകൊണ്ടിരുന്നത് ബേൽസബൂൽ എന്നാണ്. ബേൽസബൂൽ എന്ന് പറഞ്ഞാൽ ഈച്ചകളുടെ, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ആ പദപ്രയോഗം അവരുടെ നാട്ടുഭാഷയിൽ ഉപയോഗിക്കുന്ന ആ പദം തന്നെയാ കർത്താവ് ബേൽസബൂൽ ഉപയോഗിച്ചിരിക്കുന്നു. ആകട്ടെ, അപ്പൊ ഈച്ചകളുടെ തമ്പുരാൻ എന്ന് പിശാചിനെ വിളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം, ഇവൻ ഇങ്ങനെ ചുറ്റി പറന്ന് എപ്പോഴും വന്ന് അവിടെ എവിടെയൊക്കെ വന്നിരിക്കും. അങ്ങനെ ഇരിക്കാനുള്ള കാരണം, അവൻ ഇരിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. മനസ്സിലാക്കണേ, ഈച്ചയ്ക്ക് അവനെ അട്രാക്ട് ചെയ്യുന്ന കാരണങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ അവൻ വന്ന് അവിടെ ഇരിക്കും. അവനെ ആട്ടിപ്പായിക്കുമ്പോ അതിലെ പോയിട്ട് ഇതിനെ ചുറ്റിക്കറങ്ങി ഇപ്പുറത്ത് വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാര് പിശാചിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരുകളിൽ ഒന്ന് ബേൽസബൂൽ എന്നാണ്. അപ്പൊ ഈ ബേൽസബൂലിനെ ഓടിക്കാൻ അവനെ എന്തോ കൊണ്ട് ആട്ടിയാലും അവൻ പോവുകയില്ല. അതാ അവന്റെ പ്രശ്നം. പിന്നെ അവനെ ഓടിക്കാൻ ഒരു മാർഗേ ഉള്ളൂ, അവന് വന്ന് ഇരിക്കാനുള്ളത് അവിടെ ഇടുകാതിരിക്കുക എന്നുള്ളത് അതിനകത്തെ മാർഗം. അവനെ അട്രാക്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അവനെ ഓടിക്കാനുള്ള മാർഗം. ഞാനിത് പറഞ്ഞത് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന കാര്യം പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. യാക്കോബ് അപ്പോസ്തലൻ എന്താ പറയുന്നേ? പിശാചിനോട് എതിർത്ത് നിൽക്കണം. പക്ഷെ റെസിസ്റ്റ് the devil is equal to, resist the devil is equal to submitting to God. നോക്കിയേ, പിശാചിനോട് എതിർത്ത് നിൽക്കുക സമം. അതിന്റെ അർത്ഥം ദൈവത്തിന് കീഴടങ്ങ്, ദൈവത്തിന് കീഴടങ്ങ്. ദൈവത്തിന്, അതിന്റെ അടുത്ത വാക്യം, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. സോ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, സബ്മിറ്റ് യുവർസെൽസ് ടു ഗോഡ്. ഞാൻ ദൈവത്തിന് എന്നെ തന്നെ കീഴടക്കുമ്പോൾ, ദൈവത്തിന് എന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ, എന്റെ ജീവിതത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, വാട്ട് ഗോഡ് വിൽ ഡു? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ദൈവത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എന്നെ അടുത്തു വരുമാറാക്കുമ്പോൾ ദൈവം എന്നെ ശുദ്ധീകരിക്കും, ദൈവം എന്നെ ക്ലെൻസ് ചെയ്യും. ക്ലെൻസിങ് പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകും.
ഞാൻ ദൈവത്തോട് അടുക്കുകയാണ്. The more I draw closer to God, the more I am away from my enemy. മനസ്സിലാകുന്നുണ്ടെന്നാ എന്റെ ചിന്ത. പിശാചിനെ ഓടിക്കാൻ കുറുക്കുവഴിയൊന്നുമില്ല. പോ പിശാച് എന്ന് പറഞ്ഞാൽ പോകുന്നവനല്ലവൻ. കാരണം അവന്റെ പേര് ഈച്ചയുടെ തമ്പുരാനെന്നാ യഹൂദന്മാരവനെ വിളിച്ചത്. യേശു അങ്ങനെ വിളിച്ചത്. അവനെ ഓടിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. I must draw closer to God. There is no other way. Resist the devil എന്നുള്ള ആ പദപ്രയോഗം തന്നെ പത്രോസ് അവിടെ അധികം എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ഇന്നതൊക്കെ ചെയ്യുവീൻ. അവിടെയെല്ലാം സംഭവിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അവിടെയെല്ലാം ആത്മീകമാകുന്ന ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് പകരപ്പെടുകയാണ്. നീതി, സത്യം, ആത്മാവിന്റെ വാള്, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്. നോക്കിക്കേ, ആ എക്യുപ്മെന്റ്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എവ്രിതിങ്, എല്ലാ കാര്യത്തിനും പിശാചിനെ കാണുന്നവർ. അതിനെ ആട്ടിപ്പായിക്കാനൊക്കെ നമ്മൾ പരിശ്രമിച്ചാലൊന്നും അവൻ പോവുകയില്ല. അവനോട് എതിർത്ത് നിൽക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, ദൈവത്തോട് അടുത്ത് ചെല്ലുക. ദൈവത്തോട് അടുത്ത് ചെല്ലുക. ഞാൻ എവിടെയോ വായിച്ച ഒരു ചെറിയ സെന്റൻസ് ഞാൻ ഓർക്കുന്നു. When the wolf attacks a flock of sheep, the safest place for the sheep is nearest to the shepherd. ഒരു വൂൾഫ്, ഒരു ചെന്നായ ഒരു ആട്ടിൻകൂട്ടത്തെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ ആടിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണെന്നറിയാമോ? ഇടയന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നതാ ഏറ്റവും സുരക്ഷിതം. മനസ്സിലാക്കണേ, ഇടയനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആടിന്റെ സുരക്ഷിതത്വം. കാരണം ആട് അതിൽ തന്നെ ഡിഫൻസ്ലെസ് ആണ്. ആടിന് ഡിഫൻസ് ഒന്നുമില്ല. നാം കർത്താവിന്റെ കൈക്കലെ ആടുകളാണ്. പുതിയ നിയമത്തിലും അതിനെ നമ്മൾ വായിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. ആ ആടുകളെ ജീവൻ കൊടുത്തു രക്ഷിക്കുന്ന ഇടയനാണ് നമ്മുടെ ഇടയൻ. അത്രത്തോളം ഒരു നല്ല ഇടയൻ വേറെ ഇടയനില്ല. ഇനി അത് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. സാധാരണഗതിയിൽ ആടും ഇടയനും എന്ന് പറയുമ്പോ, ആടും ഇടയനും എന്ന് പറയുമ്പോ ആ ഒരു സങ്കല്പം യഹൂദന്റെ ഉള്ളിലേക്ക് വരുമ്പോ യേശു കർത്താവ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നെന്നാ പറയുന്നത്. പക്ഷെ അവിടെ ആ സിമിലാരിറ്റി എന്ത് ചെയ്യുക? അതുവരെ അവർ കേട്ടിട്ടില്ലാത്ത ഒന്നാ കർത്താവ് അടുത്ത് പറയുന്നു. ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാമല്ലോ? യെസ്, ഓക്കെ. അതുവരെ അവർ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം കർത്താവ് തുടർന്ന് പറയുക. നല്ല ഇടയനാണെന്നും ആടുകളെ തേടി വരുന്ന ഇടയനാണെന്നും കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കുന്ന ഇടയനാണെന്നും ഒക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. നഷ്ടപ്പെട്ട ആടിനെ തേടി വരുന്ന ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇടയന്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് അന്ന് വരെ അവർ കേട്ടിട്ടില്ലാത്തൊരു കാര്യം. കാരണം ആ സിമിലി അവിടെ അവസാനിക്കുക. കാരണം ഇടയൻ മരിച്ചാൽ ആടുകൾ നശിച്ചു പോകും. എന്നാൽ ഈ ഇടയന്റെ കേസിൽ ഇടയന്റെ മരണത്താലാണ് ആടിന് രക്ഷ കിട്ടിയതൊന്ന് മറന്നുപോകും.
ഇടയൻ മരിച്ചത് കൊണ്ടാണ് ആടിന് രക്ഷ കിട്ടിയത്. ഇടയൻ കാൽവറിയിൽ ആടുകളുടെ എനിമിയെ തകർത്തത് കൊണ്ടാണ് ആടിന് രക്ഷ കിട്ടിയത്. അതുകൊണ്ടാണ് അവയെ പേർ ചൊല്ലി വിളിച്ച് അവയെ അകത്തു കൊണ്ടുവരികയും പുറത്തു കൊണ്ടുപോവുകയും അവ മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്ന. അതുകൊണ്ടാണ് അത്ര നല്ല ഒരു ഇടയനാണ്. ആ ഇടയനോട് എന്നെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ ഞാൻ മടിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലും ഏത് കാര്യത്തിലും പിശാചിനെ കണ്ടോണ്ട് ആ നിലയിലുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതല്ല വേദോത്സവം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് റെസിസ്റ്റിംഗ് ദ ഡെവിൾ ഈസ് സബ്മിറ്റിംഗ് ടു ദ ലോർഡ്. പിശാചിനോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ. എന്നാൽ എന്തു സംഭവിക്കും? ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. അപ്പൊ ദൈവവുമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരുന്നതിലൂടെ മാത്രമേ നമുക്ക് പിശാചിനോട് എതിർക്കുവാൻ കഴിയത്തുള്ളൂ. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, don't relax when it comes to the attack of the devil. Don't relax on അങ്ങനെയുള്ള സമയത്ത് don't relax, but be vigilant. Be vigilant. നമ്മൾ ഉണരുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ. നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. അതിന്റെ 10 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. അതായത് പിശാചിന്റെ അറ്റാക്ക് എന്നുള്ളത് റിയലാണ്. അത് തീർച്ചയായിട്ടും റിയൽ. അത് പല നിലകളിൽ നമ്മൾ ഫേസ് ചെയ്യും. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയുന്നത്, ഇത് അല്പകാലത്തേക്കാണ്. ദിസ് ഈസ് ഓൺലി ഫോർ എ ഷോർട്ട് വൈൽ. ഇംഗ്ലീഷിൽ മനോഹരമാകുന്ന ഒരു ഹിമ്മുണ്ട്, സ്റ്റാൻഡ് അപ്പ് ഈ സോൾജിയേഴ്സ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ഒരു ഹിമ്മുണ്ട്, ഒരു കീർത്തനമുണ്ട്. അതിന്റെ ഒരു വരി ഇങ്ങനെ, the fight, the strife will not be long, the next the victor's song. ഈ സ്ട്രൈഫ്, ഈ പോരാട്ടം എന്നും അങ്ങ് നിലനിൽക്കാനൊന്നും പോകുകയല്ല. It will end soon. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്നവരായ നിങ്ങൾ. അങ്ങനെ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുമ്പോൾ നമുക്ക് പല നിലകളിൽ we have the attack of the enemy. അത് പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു ലെവലിലാണ് പിശാചിന്റെ അറ്റാക്ക് നമുക്കെതിരെ വരുന്നത്. എന്നാൽ ഇവിടെ ഈ വേദഭാഗം ശ്രദ്ധിച്ചേ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിശാചിന്റെ മേൽ ഫോക്കസ് ചെയ്യാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒന്നാമത്തെ കാര്യം റിയലൈസ് ചെയ്യണം, there is the enemy. അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു, അൺസസ്പെക്ടിങ് ആയിട്ടുള്ളവരുടെ മേൽ പെട്ടെന്ന് ചാടി വീഴാൻ ചുറ്റി നടക്കുകയാണെന്നുള്ള അലേർട്ട്നെസ് നമുക്കുണ്ടാകണം. അതേസമയം തന്നെ നമ്മുടെ ഫോക്കസ് പിശാചിന്റെ മേലല്ല. നമ്മുടെ ഫോക്കസ് പിശാചിന്റെ മേലല്ല. പണ്ടൊരിക്കൽ ആരോ ഒരാൾ പറഞ്ഞു, ഒരു ആവറേജ് പെന്തക്കോസ്റ്റുകാരെ ഒന്ന് സ്പ്രിങ്ങേലാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലൊന്നും അവർ സ്പ്രിങ്ങേലൊന്നും ആകുകയില്ല, പിശാചിനെ കുറിച്ച് പറയണം.
ഞാൻ എൻ്റെ ശുശ്രൂഷയെ ഞാനത് വളരെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കർത്താവിനെ കുറിച്ചൊക്കെ എത്ര ഘോരം പ്രസംഗിച്ചാലും അനങ്ങാതിരിക്കുന്നവരെ കാണും. എന്നാ as soon as you mention the name of the devil, ഭയങ്കര സ്വതന്ത്രമായി. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു ഭീതി, ഇനിയും ഇവൻ ചാടി അകത്ത് കയറിയേലോ എന്നുള്ള പേടിയായിരിക്കാം അതിന് നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, don't focus on him. Realize our enemy is real. നമ്മുടെ എനിമി റിയൽ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ ഫോക്കസ് അവിടെ ആകരുത്. പിന്നെ നമ്മുടെ ഫോക്കസ് എവിടെ? പത്രോസിനോട് ചോദിച്ചേ. പത്രോസ് പറയുകയാണ്, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവേശുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. ഫോക്കസ് ഓൺ ഗോഡ്. ആ സർവകൃപാലുവായ ദൈവത്തിനാണ് ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ബലം ആർക്കാവുള്ളത്? നമ്മുടെ കർത്താവിന്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, പിശാചിന്റെ തന്ത്രങ്ങളും പിശാചിന്റെ ശക്തിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിശാചിന് ശക്തിയില്ലെന്നൊന്നും പോൾ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത്, ദൈവം സർവശക്തനാണെന്നുള്ളത്. പിശാചിന് ശക്തിയുണ്ട്, പക്ഷെ ദൈവമാ സർവശക്തൻ. പിശാച് അവന് ഒത്തിരി തന്ത്രങ്ങളുണ്ട്, പക്ഷെ അവനൊരിക്കലും എല്ലായിടത്തും ഒരേ സമയത്തായിരിക്കാൻ കഴിയത്തില്ല. ദൈവം മാത്രമാണ് എല്ലായിടത്തും ഉള്ളത്. ദൈവം മാത്രമാണ് സർവശക്തൻ. ദൈവം മാത്രമാണ് സർവജ്ഞാനി. സോ ഫോക്കസ് ഓൺ ഗോഡ്. ബലം എന്നേക്കും അവനുള്ളത്. ദൈവത്തോടടുത്ത് ചെല്ലുക, ദൈവത്തിൽ ഫോക്കസ് ചെയ്യുക. മാത്രമല്ല, put God's calling and his purpose for us in the right perspective. ദൈവം നമ്മളെ വിളിച്ചു, അതായത് ക്രിസ്തുവേശുവിൽ തന്റെ നിത്യതേജസ്സിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചു. ഒന്ന്, സർവകൃപാലുവാകുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കണം. രണ്ട്, ആ സർവകൃപാലുവാകുന്ന ദൈവം ക്രിസ്തുവേശുവിൽ തന്റെ നിത്യതേജസ്സിനായിട്ടാണ് നമ്മളെ വിളിച്ചത്. ഫോക്കസ് ഓൺ ദാറ്റ്. അത് മാത്രമല്ല, അവസാനമായിട്ട് പത്രോസ് പറയുന്നത്, ആ സർവകൃപാലുവാകുന്ന ദൈവം തന്നെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. God will establish you. God will strengthen you. God will give you grace. Focus on God. Draw near to him. Submit to God. Realize there is an enemy on the prowl. There is a lion on the prowl. He roams around to pounce upon the unsuspecting prey. നോക്കുക, റിയലൈസ് ചെയ്യുക, സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞുകൊണ്ട് അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് realize that at the same time, don't focus on the devil, rather focus on God. ഡെവിളിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ദൈവത്തെ ഫോക്കസ് ചെയ്യും. ദൈവത്തോട് അടുത്തുക, ദൈവത്തിന് കീഴ്പ്പെടുക. അങ്ങനെയെങ്കിൽ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത്? നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിന് വേണ്ടിയിട്ട് ദൈവം വിളിച്ചു. ആ ദൈവം എന്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്യും? നമ്മളെ ഉറപ്പിക്കും, നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തീകരിക്കും. ആ ദൈവത്തിന് മഹത്വം എന്നേക്കും. സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ ചില കാര്യങ്ങളിലൂടെ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തു മറന്നുപോയാലും ഒരു കാര്യം മറക്കരുത്, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. ദൈവത്തോട് അടുത്ത് വരുവേൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പേൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്ന് വെച്ചാൽ എതിർത്ത് നിൽപ്പാൻ പറയുമ്പോൾ വേദപുസ്തകം എന്തർത്ഥമാക്കുന്നു എന്നുള്ളത് എഫേസ്യ ലേഖനത്തിൽ പറയുന്നതും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നതും എല്ലാം നമ്മൾ ചേർത്ത് വായിക്കും.
റെസിസ്റ്റ് ദ ഡെവിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങുവീൻ, ദൈവത്തോട് അടുത്ത് വരുവീൻ. ഡോണ്ട് ഫോർഗെറ്റ് ദ സേഫസ്റ്റ് പ്ലേസ് ഫോർ എ ഷീപ്പ് ഈസ് നിയറർ ടു ദ ഷെപ്പേർഡ്. ഏറ്റവും സുരക്ഷിതം ഇടയന്റെ അടുത്ത് ചേർന്നൊരു ആട് നിൽക്കുന്നതാണ്. അതിന് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ്. അവിടേക്ക് നമുക്ക് പോകാം. കർത്താവിനോട് അടുത്തിയല്ല, കർത്താവിനെ എൻജോയ് ചെയ്യാം, ദൈവത്തിന് മഹത്വം കരറ്റാം, ദൈവത്തെ ഡിസയർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ഞാൻ നിന്റെ അതിമഹത്താകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞതുപോലെ നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ താഴ്ത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.